സ്കൂളൊക്കെ തുറക്കാറായില്ലേ? എല്ലാവരും കുട്ടികളുടെ ബുക്കൊക്കെ ബൈൻഡൊക്കെ ചെയ്തോ? ഇവിടെ കല്യാണിയുടെ ബുക്കുമായിട്ട് ഞാനും വിഷ്ണുവും കല്യാണിയും കൂടെ ബുക്ക് ഓതിയാനിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഈ ബുക്ക് ഓതിയുന്ന സമയത്ത് നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളിൽ എത്ര പേർക്ക് വായിക്കാനൊക്കെ ഇഷ്ടമുണ്ട്? പണ്ടൊക്കെ ഞാൻ അത്യാവശ്യം ബുക്സൊക്കെ വായിക്കുമായിരുന്നേ. വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പിന്നെ ഈ ഫോണൊക്കെ വന്നതിന് ശേഷം ഫോണിൽ സ്ക്രോൾ ചെയ്ത് ചുമ്മാ സമയം കളയായിരുന്നു. ഈ അടുത്തായിട്ട് ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഇനി ഞാൻ മൊബൈൽ നോക്കി എന്തായാലും എൻ്റെ ടൈം കൊല്ലില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബുക്സ് സജസ്റ്റ് ചെയ്ത് തരാം. അതായത് നല്ല വായനയൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്, തുടക്കക്കാരായിട്ടുള്ള വായനക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഞാനിപ്പോൾ അവസാനം വായിച്ച് നിർത്തിയ പുസ്തകത്തിൽ നിന്ന് തുടങ്ങാം. റാം കെയർ ഓഫ് ആനന്ദിയാണ് ഞാൻ അവസാനം വായിച്ച് തീർത്ത ബുക്ക്. പിന്നെ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആരാച്ചാർ, KR മീരയുടെ ഒരു ആരാച്ചാർ കുടുംബത്തിലെ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ ജീവിതവും സമൂഹവും അധികാരവും അങ്ങനെ സകല കാര്യങ്ങളും മെൻഷൻ ചെയ്തു പോകുന്ന ഒരു നല്ല പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി നിങ്ങൾക്ക് എന്തായാലും വായിക്കാം. പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം മലയാളത്തിലെ നല്ലൊരു ക്ലാസിക്കൽ നോവലാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബെന്യാമിൻ്റെ എഴുത്തുകൾക്കൊക്കെ കുറച്ച് പ്രത്യേകത ഉള്ളതായിട്ട്, ആടുജീവിതം ഞാൻ ബുക്ക് വായിച്ചതിന് ശേഷമാണ് ആ ഒരു സിനിമ കാണാൻ പോയത്. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു പുസ്തകമാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. വായന നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിയുമ്പോൾ ഒരു ബുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് തീർത്തിട്ട് അടുത്ത ബുക്ക് വായിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. സത്യം പറഞ്ഞാൽ സമയക്കുറവ് കൊണ്ടാണ് പലപ്പോഴും ഞാൻ പുസ്തകങ്ങൾ വായിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ അടുത്തായിട്ട് കല്യാണിക്ക് ഫോണിന് കുറച്ച് താല്പര്യം കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാൻ അവളെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വായന തുടങ്ങിയത്. ഞാൻ വായിക്കുന്ന സമയത്ത് കുഞ്ഞു പുസ്തകങ്ങൾ അവൾക്ക് വായിക്കാൻ കൊടുക്കും. കുഞ്ഞു പുസ്തകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പിക്ചേഴ്സ് വന്നിട്ട് ചെറിയ റൈറ്റിങ്സ് ഒക്കെയുള്ള ബുക്കുകൾ, അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ആ ബുക്കുകൾ ഞാൻ അവളെ കൊണ്ട് വായിപ്പിക്കും. പിന്നെ കുഞ്ഞുങ്ങളിൽ വായനാശീലം തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടത് കുറച്ചധികം ക്ഷമയാണ്. അവർ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചു തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ക്ഷമയോടെ അവരെടുത്തിരുന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ ബുക്ക് എടുക്കുന്ന സമയത്ത് കല്യാണിയും പോയൊരു കുഞ്ഞു ബുക്ക് എടുക്കുന്നു എന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഫേവറേറ്റ് ബുക്ക് ഏതാണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വായിച്ചിരിക്കേണ്ട മറ്റേതെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.